എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നമുക്കെല്ലാവർക്കും അറിയേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് അശ്വതി നക്ഷത്രം എന്ന് പറയുന്ന ആൾക്കാർക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും എന്ന് പറയാം. കാരണം ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രം, അവരുടെ പ്രത്യേകതകൾ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ അശ്വതി നക്ഷത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എല്ലാവരും നമുക്ക് ആകെ 28 നക്ഷത്രങ്ങളാണുള്ളത്. ആ 28 നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അതായത് മേഷരാശിയാണ് നമ്മുടെ ആദ്യത്തെ രാശി. അതായത് എല്ലാ വൃത്തങ്ങളുടെയും ഗോളങ്ങളുടെയും മെഷർമെൻറ്റ്, അളവ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണെന്ന് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 360 ഡിഗ്രിയിൽ ആദ്യത്തെ പോയിൻ്റ്, അതായത് 0 to 30 ഡിഗ്രിയിൽ വരുന്ന ഒരു രാശിയാണ് മേഷരാശി. ആ മേഷരാശിയിൽ തന്നെ ആദ്യത്തെ നക്ഷത്രമാണ് നമ്മുടെ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിന് അശ്വനി എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നക്ഷത്രക്കാരാണ്. അവരിരിക്കുന്ന രാശി എന്ന് പറഞ്ഞാൽ മേഷരാശിയാണ്. അപ്പോൾ ആ മേഷരാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. അതുകൊണ്ട് ഇവർ കുറച്ച് വൈബ്രൻ്റ് ആയിരിക്കും, ആക്റ്റീവായിരിക്കും, അല്ലെങ്കിൽ സ്മാർട്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഊർജ്ജസ്വലരായിരിക്കും, ഉത്സാഹികളായിരിക്കും, സ്ഥിരോത്സാഹികളായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി ആയതുകൊണ്ട് അശ്വതി നക്ഷത്രത്തിനൊരു പ്രണാമം. അപ്പോൾ ഈ അശ്വതി നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. അതായത് നമ്മുടെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ വേർതിരിവുണ്ട്. അതായത് 3 ക്ലാസ്സിൽപ്പെടുന്നു, ക്ലാസിഫിക്കേഷനുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ദേവഗണം, അടുത്തത് അസുരഗണം. അസുരഗണം എന്ന് പറഞ്ഞാൽ ആരും നിരാശപ്പെടുകയൊന്നും വേണ്ട, ദൈവമല്ലാത്തത് എന്നേ അതിനർത്ഥമുള്ളൂ. ദേവഗണം, അസുരഗണം, മനുഷ്യഗണം, ഈ 3 ഗണത്തിലായിട്ട് മനുഷ്യരാശിയെ തിരിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് തിരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പൂർവ്വജന്മ കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജന്മം കൊള്ളുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മഫലം അനുഭവിച്ച് തീർക്കേണ്ടതുണ്ട്. ആ അനുഭവിച്ച് ആത്മശുദ്ധിക്ക് വന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് വരുന്ന ഓരോ കഷ്ടം, എനിക്ക് മാത്രം ഇങ്ങനെ, ചില ആൾക്കാർ കേൾക്കുമ്പോൾ നീ അശ്വതിയാണോ, എങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമ്മൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചാലും നമ്മൾ ജനിക്കുന്ന ലഗ്നം എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് സ്പേസ്, നമ്മൾ ജനിക്കുന്ന നക്ഷത്രം അല്ലെങ്കിൽ നമ്മൾ ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നു എന്നുള്ളതും പ്രാധാന്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ജനിക്കുന്ന സമയവും കാലവും, അല്ലെങ്കിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ സമയവും സ്ഥലവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ ലഗ്നം എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ആ ലഗ്നവും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നക്ഷത്രം മാത്രമല്ല നമ്മളെ സ്വാധീനിക്കുന്നത്. എന്താണ് ഈ നക്ഷത്രം? നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് ഈ സൗരയൂഥത്തിൽ ഉണ്ടാകുന്ന ഭയങ്കരമായ ചലനങ്ങളും ഗ്രഹങ്ങളുടെ പരക്കം പാച്ചിലും അതിനിടയിൽ നമ്മുടെ ചന്ദ്രനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതോടൊപ്പം തന്നെ 28 നക്ഷത്രങ്ങളിൽ ഇങ്ങനെ പാഞ്ഞ് വളരെ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ജനിക്കണ സമയത്ത് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്, ഏത് നക്ഷത്ര മേഖലയിലാണ് നിൽക്കുന്നത്, അതാണ് നമ്മുടെ നക്ഷത്രം. അതാണ് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ഈ കാര്യം പഠിച്ചിട്ടുള്ളവർക്കറിയാം. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പഠിച്ചിട്ടുള്ളവർ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചു, അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അശ്വതി നക്ഷത്രം നമുക്ക് ചൊവ്വയുടെ ഒരു സ്വാധീനമുള്ള നക്ഷത്രമാണ്. അതേപോലെ കേതുവിൻ്റെ ദശയിലാണ് നമ്മൾ ജനിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർ കേതുർ ദശയിൽ ജനിക്കുന്നു. കേതുർ ദശ 7 വർഷം ആണ് ഉള്ളത്, 7 വർഷമാണ് ഉള്ളത്. അപ്പോൾ ആ 7 വർഷത്തിൽ പൂർവ്വജന്മത്തിൽ നമ്മൾ അനുഭവിച്ച് തീർന്ന് മരിച്ചു പോയിട്ട് പുനർജനിക്കുന്ന ആ കണക്ക് കൂട്ടുന്ന ദൈവജ്ഞനാണ് ജ്യോത്സ്യൻ. അപ്പോൾ ആ പൂർവ്വജന്മത്തെ ശിഷ്ടം, ജനന ശിഷ്ടം
7 വർഷത്തിൽ എത്ര നാളുണ്ട്, 3.5 വയസ്സ് വരെ, അല്ലെ 1 വയസ്സ് വരെ, 2 വയസ്സ് വരെ, 0 വയസ്സ് വരെ എന്നൊക്കെ ജ്യോത്സ്യൻ ഗണിച്ച് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം അവർക്ക് എന്ത് വരുന്നു? കേതുർദശ വരുന്നു. പിന്നീട് അവർക്ക് ശുക്രദശ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആ ദശാകാലങ്ങൾ ഒന്നൊന്നായി അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ദശാകാലങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാം. ഇനി അശ്വതി നക്ഷത്രം ദേവഗണത്തിൽ പെടുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ ദേവഗണത്തിൽ പെടുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകത? ദേവഗണത്തിലുള്ള മനുഷ്യരൊക്കെ ഒരു പരിധിക്കപ്പുറത്തോട്ട് ദുഷ്ടത്തരങ്ങളൊന്നും ചെയ്യില്ല, ക്രൂരതകളൊന്നും ചെയ്യില്ല. കള്ളത്തരമൊക്കെ കാണിക്കുമെങ്കിൽ പോലും അതിനും ഒരു ലിമിറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ദേവഗണത്തിൽപ്പെടുന്നവർക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ആരോടും കാണില്ല. ഭയങ്കരമായ ഗാഠമായ ഒരു അടുപ്പമോ പ്രണയമോ ഒന്നും കാണില്ല. അവർക്ക് പ്രത്യേകിച്ച് ആരോടും വലിയ നന്ദിയും കാണാറില്ല. അവർ വളരെ മാറ്റർ ഓഫ് ഫാക്റ്റാണ്. അവർ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്ന ആളാണ്. കർമ്മ നിരതരാണ്. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവർ ഉത്തരവാദിത്വത്തോടു കൂടി വളരെ ഭംഗിയായി പൂർത്തീകരിക്കുന്നവരാണ്. പിന്നെ ഇവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു സ്വഭാവം കുറവാണ്. അവർക്കൊരിക്കൽ അവരെ വേദനിപ്പിച്ചവരോട് അവർക്ക് പിന്നെ ക്ഷമിക്കാനാവില്ല. അവരവരെ മാറ്റി നിർത്തും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവരുടെ പക്ഷി വന്നിട്ട് പുള്ളാണ്. പുള്ള് എന്ന് പറയുന്ന പക്ഷി രാത്രികാലങ്ങളിൽ ആക്റ്റീവായിരിക്കുന്ന ഒരു പക്ഷിയാണ്. എന്നാൽ പുള്ളിന് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മൂങ്ങ എന്ന് പറയുന്ന പക്ഷിയാണല്ലോ പുള്ള്. അപ്പോൾ ഇത് രാത്രികാലങ്ങളിൽ ആക്റ്റീവായിരിക്കുന്ന പക്ഷിയാണ്. അതുകൊണ്ട് ഇവർക്ക് രാത്രികാലങ്ങളിൽ ഉറക്കളച്ചിരുന്ന് ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഇവർക്ക് ഇൻഡ്യൂഷൻസ് വരുന്നവരാണ്. അതായത് അവർക്ക് 6-ാം ഇന്ദ്രിയം ചെറുതായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ജ്യോതിഷ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള കഴിവുകളൊക്കെ താനേ ഉണ്ടാകുന്നതാണ്. ജ്ഞാനികളാണ്. എന്നാൽ ഇവരുടെ ശുക്രൻ ബാലശുക്രനായതുകൊണ്ട് ഇവർക്ക് ആദ്യകാലങ്ങളിൽ അവരുടെ മിക്കവാറും വിവാഹത്തിന് മുമ്പായിരിക്കും ആ സമയം ഈ ശുക്രദശ വന്ന് തീരുന്നത് കൊണ്ട് അയ്യോ അശ്വതി നക്ഷത്രക്കാർക്ക് എന്നും കഷ്ടമാണെന്നൊരു തോന്നൽ വരും. പിന്നീട് തുടർന്ന് വരുന്ന ദശകളെല്ലാം തന്നെ ചിലതൊക്കെ പ്രതികൂല ദശകളായതുകൊണ്ടും പിന്നീട് ഇവർക്കൊരു വ്യാഴദശ വരുന്നത് വളരെ പ്രായം ചെന്നതിന് ഒരു 60 വയസ്സിന് ശേഷമൊക്കെ ആയതുകൊണ്ടും ഇവർക്ക് ദശാകാലങ്ങളൊക്കെ പ്രതികൂലമാണ് എന്നൊരു ധാരണ ഉണ്ടാകും. എങ്കിലും നമ്മൾ ജനിക്കുന്ന ലഗ്നമനുസരിച്ച് നമ്മളുടെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഇങ്ങനെ പല ആസ്പെക്റ്റ് അനുസരിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണങ്ങളുണ്ടാകും. ഇവരുടെ വൃക്ഷം കാഞ്ഞീരമാണ്. ഈ കാഞ്ഞീര വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഔഷധ ഗുണമുള്ള വൃക്ഷമാണ്. മന്ത്രവാദം, പൂജ അതൊക്കെ ചെയ്യാനായിട്ടും ആവാഹനങ്ങൾ നടത്താനൊക്കെ കാഞ്ഞീരത്തടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവർക്ക് ഇതുപോലെയുള്ള ദുഷ്ടശക്തികളെയൊക്കെ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് ജന്മന ഉണ്ടാകുന്നുണ്ട് ഈ നക്ഷത്രഫലം കൊണ്ട്. ഇവർ പുരുഷയോനിയിൽ ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ എല്ലാവരും ഷോൾഡറൊക്കെ വളരെ വിരിഞ്ഞതായിരിക്കും. അവർക്ക് പുരുഷന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാർ ക്ഷമിക്കുക. അതായത് പുരുഷൻ മെൻ ആർ ഫിസിക്കലി സ്ട്രോങ്, അതായത് ശാരീരം കൊണ്ട് അവർ ബലവാന്മാരാണ്. എന്നാൽ അവർ വൈകാരികമായി ദുർബലരാണ്. അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാരും അപ്രകാരം ആയിരിക്കും. അവർക്ക് ഇമോഷൻസൊക്കെ കൂടുതലായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പ്രതികരിക്കും. പക്ഷേ അവർ മനസ്സൊക്കെ വളരെ ശുദ്ധമായിരിക്കും. പ്രതികരിച്ച് കഴിയുമ്പോൾ അവർ ശാന്തമാകും. പകയും വൈരാഗ്യമൊന്നും അവർ വെച്ചുകൊണ്ടിരിക്കില്ല. ദേവഗണമായതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ട്. എങ്കിലും മറ്റ് ഗണങ്ങളെ അപേക്ഷിച്ച് അവർ മാപ്പ് കൊടുത്താലും മറ്റുള്ള അങ്ങനെയുള്ള വിരോധികളുമായി ബന്ധം പുലർത്തുന്നതായി കാണുന്നു. ഇനി അടുത്തതായി നമുക്ക് മകയിര നക്ഷത്രം നോക്കാം. ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്തതായി മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്രം ഒരു മുറിഞ്ഞ നക്ഷത്രമാണ്. അശ്വതി പോലെയല്ല. അത് ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായിട്ട് വ്യാപരിച്ച് കിടക്കുന്നു. പകുതി ഇടവക്കൂറിലും പകുതി മിഥുനക്കൂറിലുമായിട്ട് വ്യാപരിച്ച് കിടക്കുന്നു. അപ്പോൾ മകയിര നക്ഷത്രക്കാർക്ക് സ്വഭാവം പറയുമ്പോൾ 2 തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. ഇടവക്കൂറുകാരാവട്ടെ, ഇടവക്കൂറിൻ്റെ അധിപൻ വന്ന് ശുക്രനായതുകൊണ്ട് അവരുടെ ആത്മീയ മാതാവ് എന്ന് പറയുന്നത്
അവരുടെ രാശിയാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ആ ശുക്രൻ്റെ സ്വഭാവങ്ങളൊക്കെ അവർക്കുണ്ടാകും. കലാവാസന അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകും. ഇവർ ദേവഗണത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവർ വളരെയധികം ക്ഷമയുള്ളവരായിരിക്കും, ശാന്തരായിരിക്കും. മടിയന്മാരുമാണ്, കുറച്ച് ഒരു പരിധി വരെ മടിയന്മാരുമായിരിക്കും. ഇടവക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മകയിര നക്ഷത്രക്കാർ ഇടവക്കൂർ അവരെന്നാൽ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ടിങ് ട്രബിളാണ്, തുടക്കത്തിലുള്ള ഒരു തടസ്സമേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ ജോലി പൂർത്തിയാക്കിയിട്ടേ വരൂ. പിന്നെ ഇവർ നമ്മൾ ഇങ്ങനെ ഒരു പെർഫെക്ഷനിസ്റ്റുകളാണ് ഇവർ. അതായത് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, വളരെ പൂർണ്ണമായിരിക്കണം എന്ന് പൂർണ്ണതയിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർക്ക് ആത്മധൈര്യം കുറവാണ്. അവരെന്ത് ചെയ്താലും ഇത് പൂർണ്ണമായില്ല എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയും മനസ്സമാധാനം പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ മകയിര നക്ഷത്രക്കാരെ ഇടവക്കൂറുകാർക്ക് എഴുത്ത് കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും, വായനയിൽ താല്പര്യമുണ്ടാകും. ഇരുന്നുള്ള ഏത് ജോലിയും അവർക്ക് വളരെ താല്പര്യമുള്ളതായിരിക്കും. കൂടാതെ അവരുടെ സ്വഭാവത്തിലൊക്കെ വളരെയധികം വ്യത്യാസം മകയിരം മിഥുനക്കൂറിനേക്കാളും ഉണ്ടാകുന്നതാണ്. മകയിര നക്ഷത്രക്കാർ സ്ത്രീ യോനിയിൽപ്പെടുന്നവരാണ്. സ്ത്രീ യോനി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യമൊന്നുമല്ല. ഒരു സ്ത്രൈണഭാവം മകയിര നക്ഷത്രക്കാർക്ക് ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവർ മൾട്ടിപ്പിൾ ടാലൻസ് ഉള്ളവരായിരിക്കും. അതായത് വിവിധതരം കലകളിൽ വിവിധതരം കാര്യങ്ങളിൽ കഴിവുള്ളവരായിരിക്കും. എന്നാൽ ഇവർ പെർഫെക്ഷനിസ്റ്റുകളാണ്. അതായത് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അവർക്ക് പരിപൂർണത ഉണ്ടോ എന്ന സംശയമാണ്. അതുകൊണ്ട് ആത്മധൈര്യം കുറഞ്ഞ ആളുകളായിരിക്കും. ഇവരുടെ മൃഗം പാമ്പാണ്. അതുകൊണ്ട് ഇവർക്ക് ചെറിയ ഒരു പിന്ന് വീണാൽ പോലും കേൾക്കാനുള്ള ശ്രവണശക്തി വളരെ അധികം ഉണ്ടായിരിക്കും. കൂടാതെ ഇവരും വളരെ ദൈവികമായ ഒരുപാട് കഴിവുകളുള്ളവരും ഈശ്വരവിശ്വാസികളുമായിരിക്കും. ആദർശങ്ങൾ വച്ചു പുലർത്തുന്നവരായിരിക്കും. കൂടാതെ ഇവരുടെ ജീവിതശൈലി തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. ചിട്ടകളിലുമൊക്കെ ആഹാര രീതികളിലുമൊക്കെ വളരെയധികം വ്യത്യസ്തത പുലർത്തുന്നവരായിരിക്കും മകയിര നക്ഷത്രക്കാർ. ഇവരുടെ വൃക്ഷം കരിഞ്ഞാലിയാണ്. ഈ കരിഞ്ഞാലി എന്ന് പറയുന്ന വൃക്ഷം ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ്. നമ്മൾ ഇങ്ങനെ ഔഷധത്തിന് മരുന്നുകൾക്കൊക്കെ നമ്മൾ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. പിന്നെ നമ്മൾ ദാഹജലം കുടിക്കാനും കരിഞ്ഞാലിയുടെ ഇതെല്ലാം ഇടാറുണ്ട്. അതുകൊണ്ട് ഈ കരിഞ്ഞാലി വൃക്ഷമായിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് ഔഷധ ഗുണമുണ്ട്. ഇവർക്ക് ഹീലിംഗ് ടച്ച് എന്ന് നമ്മൾ പറയുന്ന ആരെങ്കിലും അവർക്ക് ചികിത്സിച്ച് മാറ്റാനോ അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കാനോ ഒക്കെ ഉള്ളൊരു കഴിവ് ഭയങ്കരമാണ്. അതേപോലെ നിയമകാര്യങ്ങളിലൊക്കെ മകയിര നക്ഷത്രക്കാർക്ക് വളരെയധികം ജ്ഞാനമുണ്ടാകും. ഉപദേശിക്കാനൊക്കെ വളരെയധികം ജ്ഞാനമുള്ള ആൾക്കാരായിരിക്കും മകയിര നക്ഷത്രക്കാർ. മിഥുനക്കൂർ മകയിര നക്ഷത്രക്കാരാകട്ടെ വ്യത്യസ്തമായ സ്വഭാവം പുലർത്തുന്നവരായിരിക്കും. അവർ പൊതുവെ ആരോടും ഒന്നും പറയാതെ ഇരിക്കുന്നവരായിരിക്കും. വളരെ മിതമായി സംസാരിക്കുന്നവരും സ്വന്തം കാര്യങ്ങൾ ഒരിക്കലും ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ ഇവർക്ക് ശരീരത്തിൽ നീരിറങ്ങുന്ന ഒരു പ്രകൃതമുണ്ട്. ഇവർക്ക് നീരിറക്കത്തിൻ്റെ അസുഖം സാധാരണയായി കണ്ടുവരാറുണ്ട്. എന്നാൽ ഇവർക്ക് കലാവാസന വളരെയധികം കൂടുതലായി കാണുന്നു. വൈദ്യന്മാരായിട്ടുള്ളവർ, ഡോക്ടർമാരായിട്ടുള്ളവർ അല്ലെങ്കിൽ കലാകാരന്മാരായിട്ടുള്ളവരൊക്കെ ഒരുപാടുള്ളത് ഈ മകയിര നക്ഷത്രത്തിലാണ്. പൊതുവെ ശാന്തസ്വരൂപരായിരിക്കും മകയിര നക്ഷത്രക്കാർ. ദേവഗണത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വളരെ നിക്കക്കളിയില്ലാതെ വന്നാൽ മാത്രമാണ് അവർ പ്രതികരിക്കുന്നത്. ഇനി നമുക്ക് ദേവഗണത്തിൽപ്പെട്ട പുണർദ നക്ഷത്രക്കാരെ നോക്കാം. പുണർ നക്ഷത്രക്കാർ പൊതുവെ ശാന്തസ്വരൂപരായിരിക്കും. മുറിഞ്ഞ നക്ഷത്രമാണ്. അത് മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലുമായിട്ട് കിടക്കുന്നു. മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ്. കർക്കിടക രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. അപ്പോൾ അതിൻ്റെതായ സ്വഭാവ വ്യത്യാസങ്ങൾ അവർക്കുണ്ടാകും. എങ്കിലും ഇവരുടെ കൂറുകളൊക്കെ ഒന്നായിരിക്കും. ഇവരുടെ മൃഗം, പക്ഷി, ഗണം ഇതെല്ലാം ഒന്നായിരിക്കും. അതുകൊണ്ടൊരു പൊതു സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കും. മകയിര നക്ഷത്രക്കാർ ശാന്തസ്വരൂപരായിരിക്കും. ആരോടെങ്കിലും അടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. കുറച്ചൊരു റിസർവേഷൻ അല്ലാതെ പെട്ടെന്ന് ചാടിക്കയറി ആരുമായിട്ട് അടുക്കുകയില്ല. അത്ര തുറന്ന പ്രകൃതക്കാരായിരിക്കുകയില്ല.
അവർക്ക് വളരെ ബുദ്ധി നന്നായി തെളിഞ്ഞ ബുദ്ധി പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് പറയാതെ തന്നെ പല കാര്യങ്ങളും മനുഷ്യരുടെ ചലനങ്ങളിൽ നിന്ന് വായിച്ചറിയാനുള്ള കഴിവുണ്ട്. മനഃശാസ്ത്രം അവർക്ക് ജന്മനാ തന്നെ സിദ്ധമാണ്. അതേപോലെ വൈദ്യന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഡോക്ടർമാരായിട്ടുള്ളവരൊക്കെ മിക്കവാറും ഇതേപോലെ പുണർന്ന നക്ഷത്രക്കാരായിരിക്കും. അവർക്ക് അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ അവർക്ക് മനുഷ്യൻ്റെ ഈ ഓറ, ഔട്ടർ എനർജി ഇതെല്ലാം അവർക്ക് ദർശിക്കാനുള്ള കഴിവ് ജന്മനാ തന്നെ ഉണ്ടാകും. വളരെയധികം കഴിവുകളുള്ള ആൾക്കാരാണ്. എന്നാൽ ആത്മവിശ്വാസം കുറച്ച് കുറവാണ്. കലാപരമായി അവർക്ക് വളരെയധികം കഴിവുകളുണ്ടാകും. വായനാശീലം, എഴുത്ത് അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. കാരണം ആ രാശിയുടെ അധിപൻ ബുധനാണ്. അതുകൊണ്ട് ബുദ്ധിപരമായ കാര്യങ്ങൾ, അതുപോലെ ബാങ്കിങ്, അക്കൗണ്ടിങ് ഒക്കെ മേഖലകളിൽ പുണർന്ന നക്ഷത്രക്കാരെ കൂടുതലായി നമുക്ക് കാണാം. അവരുടെ പക്ഷി വന്നിട്ട് ചെമ്പോത്താണ്. ചെമ്പോത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷിയാണ്. അതിന് ഇംഗ്ലീഷിൽ കോക്കൽ, ഗ്രേറ്റ് കോക്കൽ എന്ന് പറയും. അതിനെ ലക്കി ബേർഡ് എന്നാണ് വിളിക്കുന്നത്. നമുക്കും ഉപ്പൻ ഐശ്വര്യത്തിൻ്റെ പക്ഷിയാണ്. ഉപ്പൻ ഗ്രഹത്തിൽ വരുന്നത് ഐശ്വര്യമാണ്. ഉപ്പൻ ചിലയ്ക്കുന്ന സമയം മുഹൂർത്തമായി കണക്കാക്കുന്നു. ആ സമയത്ത് നടക്കുന്ന ക്രയവിക്രയങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ ഈ വ്യക്തികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർക്ക് ഒരു യോഗമുണ്ട്. ആ യോഗം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഭ്യലക്ഷ്മി യോഗം പോലെ അവർ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആളൊഴിഞ്ഞ കടയിൽ കടക്കാരനും മാത്രമേ ഉള്ളൂ, ആരും കസ്റ്റമേഴ്സ് ഇല്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ആ കടയിൽ ആളുകൾ തടിച്ചുകൂടുന്നതായിട്ട് കാണാം. അത് ചെമ്പോത്ത് പക്ഷിയായിട്ടുള്ളവർക്കുള്ളതാണ്. അവരുടെ കൈകൊണ്ട് കൈനീട്ടം വാങ്ങിക്കുക, അവരെ ദർശനം നടത്തുക, രാവിലെ പ്രഭാത ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഭാഗ്യം തരുന്നതാണ്. എന്നാൽ അവർക്ക് ഈ ഭാഗ്യം ഉണ്ടാകുന്നതായി കാണുന്നില്ല. അവരുടെ മൃഗം എന്ന് പറയുന്നത് പൂച്ചയാണ്. അതുകൊണ്ട് അവർ നിശബ്ദമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ അവർ വളരെ ഒബ്സർവേറ്റീവ്, വളരെ നിരീക്ഷണ പാടവമുള്ളവരായിരിക്കും. എന്നാൽ അവർക്ക് വലിയ അറ്റാച്ച്മെൻ്റൊന്നും ആരോടും ഉള്ളതായിട്ട് കാണുന്നില്ല. അടുത്തതായി പൂയം നക്ഷത്രമാണ്. ഇവരുടെ വൃക്ഷം മുളയാണ്. ഇവർ നട്ടാൽ കായ്കനികൾ ഉണ്ടാകാറില്ല സാധാരണ. എന്നാൽ ഇവർ പുറമെ വളരെ ഗൗരവമുള്ളവരും സീരിയസ് ആണെന്നൊക്കെ തോന്നും, ഒരു പ്രത്യേക സ്വഭാവമാണെന്നൊക്കെ തോന്നും. പക്ഷേ അവരുടെ ഉള്ള് വളരെ ശുദ്ധമായിരിക്കും. എന്നാൽ അവർ ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു വിപരീത സാഹചര്യം വരുമ്പോൾ പെട്ടെന്നാണ് അവർ വളരെ കരുത്തുറ്റവരാകുകയും പ്രതികരണശേഷി കൂടുതലായിട്ട് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ പരിഹാരം ഉള്ളതായി കാണുന്നു. അടുത്തതായി പൂയം നക്ഷത്രമാണ് ദേവഗണത്തിൽ വരുന്ന നക്ഷത്രം. ദേവഗണത്തിൽപ്പെട്ട പൂയം നക്ഷത്രക്കാർക്ക് എന്നാൽ ഇപ്പറഞ്ഞ ആ ഒരു ക്ഷമയും സഹിഷ്ണുതയൊന്നുമില്ല. പക സൂക്ഷിക്കുന്നവരായിരിക്കും. എന്തെങ്കിലും വൈരാഗ്യം വന്നാൽ അവർക്കത് മറക്കാനോ അതിനെ മറച്ചു വയ്ക്കാനോ സാധിക്കുകയില്ല. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയില്ല എങ്കിൽ പോലും അവർക്ക് ദേഷ്യം വന്നാൽ അവരത് നന്നായി പ്രകടിപ്പിക്കും. എന്നാൽ ഇവർ വളരെയധികം സ്നേഹമുള്ള, അറ്റാച്ച്മെൻ്റ് ഉള്ളവരായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തോട് അവർക്ക് ഭയങ്കരമായ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. തൻ്റെ കുടുംബത്തിനെ ഏറ്റവും നല്ല കവചം കൊണ്ട് സംരക്ഷിക്കുന്നവരായിരിക്കും പൂയം നക്ഷത്രക്കാർ. ഇവർ പുരുഷ യോനിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവർ പുറമേ ഭയങ്കര ധീരന്മാരായി ഇരിക്കുമെങ്കിലും, ശാരീരികമായി ബലവാന്മാരായിരിക്കുമെങ്കിലും മാനസികമായി അവർ വളരെ ദുർബലരായിരിക്കും. ഇമോഷണലി അവർ കുറച്ച് വീക്കാണ്, വൈകാരികമായി ദുർബലരാണ്. അതുകൂടാതെ അവരുടെ രാശി കർക്കിടക രാശി ആയതുകൊണ്ട്, അതിൻ്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് ചില കാര്യങ്ങളിൽ അവർക്ക് സ്ഥിരത ഉണ്ടാവുകയില്ല. തീരുമാനങ്ങൾക്കും സ്ഥിരത ഉണ്ടാകാൻ പാടാണ്. എപ്പോഴും സംശയങ്ങളായിരിക്കും, പലതരത്തിലുള്ള സംശയമുണ്ടാകാം. പിന്നെ അതുകൂടെ ആകെപ്പാടെ അത് വേണോ ഇത് വേണോ എന്നൊക്കെയുള്ള ആ ഒരു സ്ഥിരതയില്ലായ്മ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവർ വളരെ വിശ്വസ്തരാണ്, ആരെയും ചതിക്കുന്ന ആൾക്കാരായിരിക്കുകയില്ല. ഇവരുടെ വൃക്ഷമെന്ന് പറഞ്ഞാൽ അരയാലാണ്. അതുകൊണ്ട് ഇവർ ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ ദയാദാക്ഷിണ്യമൊക്കെ
കൂടിയ ആൾക്കാരായിരിക്കും. ഇവരുടെ പക്ഷിയും ചെമ്പോത്താണ്. ഇവരും ഐശ്വര്യമുള്ള ആൾക്കാരാണ്. ഇവർ സമീപിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവരുമായി അടുത്ത് പെരുമാറുന്ന ആളുകൾക്ക് ഐശ്വര്യം വരിക പതിവാണ്. അയൽപക്കത്തുകാർക്ക് വരെ ഗുണമുള്ള ഒരു നക്ഷത്രമാണ്. സ്വന്തമായി അത്തരത്തിലൊരു ഐശ്വര്യം അവർക്ക് ഉണ്ടാകണമെന്നില്ല. ഇവർ ഒരുപാട് പരിശ്രമിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഫലം ലഭിക്കുന്നത്. അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർ. അടുത്തതായി അത്തം നക്ഷത്രം നോക്കാം. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരാണ്. വളരെ ഐശ്വര്യമുള്ള ഒരു നക്ഷത്രക്കാരാണ്. ഇവരുടെ രാശി കന്നിരാശിയാണ്. അപ്പോൾ കന്നിരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അധിപനും ബുധനാണ്. എന്നാൽ അതിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തനിയെ ഒരു വള്ളത്തിൽ ഒരു കയ്യിൽ കതിരും മറുകയിൽ അഗ്നിയുമായിട്ട് സ്വന്തം മനസ്സുകൊണ്ട് തുഴഞ്ഞു പോകുന്ന ആ ഒരു ഇതാണ്. അവർ വളരെ ഫോക്കസ്ഡാണ്. അതായത് അവർക്ക് ലക്ഷ്യബോധമുള്ളവരായിരിക്കും. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് വളരെ നന്നായി നിർവഹിക്കുന്നവരായിരിക്കും. ഇവരുടെ മൃഗം പോത്താണ്. അതുകൊണ്ട് ഇവർക്ക് ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. ഇവർ വളരെ പരോപകാരികളും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമായിരിക്കും. മറ്റുള്ളവരുടെ അനുകമ്പ കൂടുതലായിട്ടുള്ള ആൾക്കാരായിരിക്കും അത്തം നക്ഷത്രക്കാർ. പൊതുവെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് തടസ്സങ്ങളും താമസവും ഒക്കെ അവർക്ക് കണ്ടുവരാറുണ്ട്. ഉത്തരവാദിത്തം വളരെയധികം തോളിലേറ്റുന്ന ആൾക്കാരായിരിക്കും പൊതുവെ അത്തം നക്ഷത്രക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ. പുരുഷന്മാരെക്കാളും ഉത്തരവാദിത്തം കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക്. ബുദ്ധിമതികളായിരിക്കും, ബുദ്ധിമാന്മാരായിരിക്കും. അവരുടെ വൃക്ഷം അമ്പഴമായതുകൊണ്ട് അവരുടെ വൃക്ഷം അമ്പഴമായതുകൊണ്ട് അവർ ദുർബല ചിത്തരായിരിക്കും. പെട്ടെന്ന് തകർന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തകർന്ന് വീഴുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ അവർ പ്രശ്നത്തിൽ നിന്ന് അത്ഭുതകരമായി ഉയരുന്നവരാണ്. പൊതുവെ ശിവഭക്തരായിരിക്കും അത്തം നക്ഷത്രക്കാർ. ഈശ്വരവിശ്വാസികളും ആയിരിക്കും. ഇവരുടെ പക്ഷി കാക്കയാണ്. കാക്കയുടെ ഗുണം എന്തെന്നാൽ ഏത് സാഹചര്യവും അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഏത് സാഹചര്യവും അനുസരിച്ച് പൊരുത്തപ്പെടുന്ന ഒരു ആളുകളായിരിക്കും ഇവർ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഉള്ളതുപോലെ പെരുമാറുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പൊതുവെ ദാരിദ്ര്യം ഇവരെ അങ്ങനെ ബാധിക്കാറില്ല. അവരെപ്പോഴും സമ്പാദ്യശീലരാണ്. എല്ലാം ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുന്ന ആൾക്കാരായിരിക്കും. അടുത്തതായി ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ചോതി. ചോതി നക്ഷത്രക്കാർ വളരെ കലാവാസനയുള്ളവരായിരിക്കും. തുലാരാശിക്കാരാണ്. ബിസിനസ്സിൽ താല്പര്യമുള്ളവരായിരിക്കും. അവരുടെ രാശിയാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അവർക്ക് നല്ല ജ്ഞാനങ്ങളും അല്ലെങ്കിൽ ഈ ബിസിനസ്സിലുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് കഴിവുകളുമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. കലാവാസന വളരെയധികം ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള ടെക്നോളജികളൊക്കെ മിക്കവാറും ചോതി നക്ഷത്രക്കാരാണ് ഉള്ളത്. നമ്മുടെ സ്വാതി തിരുനാൾ സംഗീതജ്ഞൻ, അദ്ദേഹം ബഹുമുഖ പ്രതിപാദനനായിരുന്നു. ഭരണകാര്യത്തിലുമൊക്കെ മുൻഗണനയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സ്വാതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ അതുകൊണ്ട് കഴിവുകളുണ്ട്. എന്നാൽ അവർ വളരെ ശാന്തമായി പോകുന്ന ദേവഗണക്കാരായതുകൊണ്ട് ശാന്തമായി പോകുന്നവരാണ്. സ്വന്തമായി ആത്മപ്രശംസ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ്, എനിക്ക് ഇന്ന കഴിവുകളുണ്ട് എന്നൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ളവരല്ല. മറ്റുള്ളവരെ അറിയിക്കുകയില്ല. പരസ്യം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ആരും അധികം അറിയാറില്ല. വളരെയധികം പൂർണ്ണതയിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ ദോഷൈകതൃക്കുകളാണ്. എല്ലാവരുടെയും കാര്യങ്ങളിൽ അവർ ദോഷം മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുക. അംഗീകരിക്കാനായിട്ട് കുറച്ച് മടിയുള്ളവരാണ്. അപ്പോൾ ആ ദോഷം പറയുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നും. എന്നാൽ ആ ദോഷം പറയുന്നത് നമ്മൾ തിരുത്താനാണ്, നല്ലതാകാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ചോതി നക്ഷത്രക്കാരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഭംഗിയായി കലാശിക്കുന്നതാണ്. ചോതി നക്ഷത്രക്കാരുടെ മൃഗം പോത്താണ്. അതുകൊണ്ട് അവർ വളരെയധികം ജലക്രീഡയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പൊതുവെ നീന്തൽ താരങ്ങളൊക്കെ മിക്കവാറും ചോതി നക്ഷത്രക്കാരാണ്. ഭരണാധികാരികളാണ്. രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം തെളിഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചോതി നക്ഷത്രക്കാർ.
ഇവരുടെ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്താണ്. അവരുടെ പക്ഷി കാക്കയാണ്. പക്ഷി കാക്കയായതുകൊണ്ട്, കാകൻ പക്ഷിയായതുകൊണ്ട് അവർ എല്ലാ സാഹചര്യങ്ങളിലും വളരെ അധികം അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ദീർഘായുസ് ഉള്ള ആൾക്കാരാണ് ചോതി നക്ഷത്രക്കാർ. സ്വാതി നക്ഷത്രം എന്ന് പറയുന്നത് തന്നെയാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാരുടെ വൃക്ഷം നീർമരുതാണ്. നീർമരുതിൻ്റെ പ്രത്യേകത കായ് കനികൾ ഉണ്ടാകാത്ത വൃക്ഷമാണ്. അതുകൊണ്ട് പക്ഷേ തഴച്ച് വളരുകയും വളരെ സുഗന്ധപൂരിതമായിരിക്കും. അവരോട് സമീപത്ത് നിൽക്കുന്നവർക്കും സമാധാനവും ആത്മവിശ്വാസവും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രകൃതക്കാരായിരിക്കും സ്വാതി നക്ഷത്രക്കാർ. ഇനി അടുത്തതായി നമുക്ക് തിരുവോണം നക്ഷത്രക്കാരാണ് ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർ. തിരുവോണം നക്ഷത്രം ശനിയുടെ രാശിയിലാണ് ഉള്ളത്, മകരരാശിയിലാണ്. തിരുവോണ നക്ഷത്രക്കാർ പൊതുവെ ദാനശീലരും ദയയും കാരുണ്യവും ഒക്കെ ഉള്ളവരായിരിക്കും. എങ്കിലും വിരോധം വന്നു കഴിഞ്ഞാൽ അവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് കുറച്ച് മടിയാണ്, മാപ്പ് കൊടുക്കുകയില്ല. ആ വിരോധം അവർ മനസ്സിൽ സൂക്ഷിക്കുകയും വൈരാഗ്യത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്നവരാണ്. പുരുഷയോനിയിൽപ്പെട്ട ആൾക്കാരാണ് തിരുവോണ നക്ഷത്രക്കാർ. പുരുഷയോനിയിൽപ്പെട്ടവരാണ്. അതായത് അവർ വളരെ ശാരീരികമായി വളരെ വിരിഞ്ഞ തോളും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും. ബലം കൂടിയവരായിരിക്കും. എന്നാൽ ഇവർ സംശയത്തിന് പെട്ടെന്ന് ഇരയാകുന്നവരാണ്. എല്ലാം സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നവരായിരിക്കും. അവർ മാനസികമായിട്ട് വളരെ ദുർബലരാണ്. പുറമേ അവർ വളരെ ശക്തരാണെന്ന് ഭാവിക്കുന്ന ഒരു കൂട്ടരായിരിക്കും. അതുകൂടാതെ അവരുടെ മൃഗം എന്ന് പറഞ്ഞാൽ അവരുടെ മൃഗം കുരങ്ങാണ്. അതുകൊണ്ട് അവർ വലുതായാലും കൊച്ചു കുട്ടികളെ പോലെ പെരുമാറുന്നവരായിരിക്കും. മാത്രമല്ല അവർ ഏത് വിഭാഗക്കാരുമായിട്ടും മിങ്കിൾ ചെയ്യുന്നവരായിരിക്കും. ഐശ്വര്യമുള്ള നക്ഷത്രമാണ് തിരുവോണക്കാർ. അവർക്ക് ധനസമൃദ്ധി, മിക്കവാറും തിരുവോണം നക്ഷത്രക്കാർക്ക് ധാരാളം സമ്പത്തുണ്ടാകാറുണ്ട്. ധനസമൃദ്ധി ഉള്ളവരായിരിക്കും. ഇവരുടെ പക്ഷി കോഴിയാണ്. കോഴിയായതുകൊണ്ട് ഇവർ സൗന്ദര്യവതികളായിരിക്കും. സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ, തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ. ഇവർ ഭരണകാര്യങ്ങളിൽ വളരെ മുൻനിരയിൽ നിൽക്കുന്നവരായിരിക്കും. കലാവാസനയുമുണ്ട്. എന്നാൽ ജന്മന ഒരു എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ വളരെ മടിയുള്ളവരായിരിക്കും. ഒന്നും പൂർത്തിയാക്കാനും സാധ്യതയില്ല. എല്ലാം പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ. അപ്പോൾ അടുത്തതായി അവരുടെ വൃക്ഷം എരുക്കാണ്. എരുക്കെന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ളതും വളരെയധികം കറയുള്ളതുമാണ്. അപ്പോൾ അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, മറ്റുള്ളവർ അടുപ്പം, സ്നേഹം, ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. ശിവൻ്റെ ചെടിയാണ്, ശിവൻ്റെ വൃക്ഷമാണ് എരുക്കെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ എരുക്ക് എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു ബ്ലെസ്സിങ്സ്, അവർ അവസാനമൊക്കെ വളരെയധികം ദൈവികമായ പാതയിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവരുന്നു. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈശ്വരവിശ്വാസം വളരെയധികം ഉണ്ടായിരിക്കും. ഇനി അടുത്തതായി രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ വളരെ ഭക്തരും നേരായ മാർഗത്തിലൂടെ നടക്കുന്നവരുമൊക്കെയാണ് പൊതുവെ. എന്നാൽ മുൻകോപികളാണ് രേവതി നക്ഷത്രക്കാർ. അവർക്ക് മനസ്സിലൊന്നും വച്ചുകൊണ്ട് ഇരിക്കുന്ന അഴുക്കെല്ലാം കഴുകിക്കളയുന്നവരാണ്. വച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമില്ല. അതേപോലെ അവരുടെ രാശിയാധിപൻ വ്യാഴമാണ്. രാശിയാധിപൻ വ്യാഴമായതുകൊണ്ട് ക്ഷമയും സഹിഷ്ണുതയും വളരെയധികം കൂടുതലായിരിക്കും. ത്യാഗമനോഭാവമുള്ളവരായിരിക്കും രേവതി നക്ഷത്രക്കാർ. പിന്നെ അവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതിന് അംഗീകാരം കിട്ടണം എന്ന് നിർബന്ധമുള്ളവരായിരിക്കും. അപ്പോൾ അവരുണ്ടാക്കുന്ന വിഭവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന സൃഷ്ടികളാണെങ്കിലും മറ്റുള്ളവർ പ്രശംസിച്ച് പറയുന്നതിൽ സന്തോഷിക്കുന്നവരാണ്. ദാനശീലരായിരിക്കും. രേവതി നക്ഷത്രക്കാരുടെ മൃഗം ആനയാണ്. അതുകൊണ്ട് അവർക്ക് മന്ദചലനമാണ്. അവർ പതുക്കെയാണ്, സാവധാനത്തിലാണ് ചലിക്കുന്നത്. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും അവരുടെ ചലനം, നടപ്പ് ഒക്കെ വളരെ സാവകാശത്തിലാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ പൂർണ്ണതയോടുകൂടി ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. അതുകൊണ്ട് എപ്പോഴും അവർ മറ്റുള്ളവരെ വിമർശിക്കുന്ന ഒരു സ്വഭാവം അവരിൽ നമുക്ക് കാണാം. അവരുടെ പക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിലാണ്. ആ മയിൽ പക്ഷിയാകുന്നത് കൊണ്ട് രേവതി നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യമുള്ളവരായിരിക്കും. കൂടാതെ
ഇവർക്ക് ദീർഘായുസുള്ളവരായിരിക്കും, വളരെ ആയുർദൈർഘ്യമുള്ളവരായിരിക്കും. രേവതി നക്ഷത്രക്കാരുടെ വൃക്ഷം ഇരിപ്പയാണ്. ഇരിപ്പ വൃക്ഷമായതുകൊണ്ട് ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവർക്ക് കഴിവുണ്ടാകും. എത്ര കൊടുങ്കാറ്റടിച്ചാലും ഇരിപ്പ വളഞ്ഞു കുത്തിയാലും നിവർന്നു വരുന്ന ഒരു വൃക്ഷമായതുകൊണ്ട് ആത്മധൈര്യം ഇവർക്ക് ഉണ്ടായിരിക്കും. ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും. ഇപ്രകാരം നമ്മൾ ദേവഗണത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഈ ദേവഗണത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ നിസ്സാരമായി കാണേണ്ട. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവരോട് പൊരുതിയാൽ, പ്രത്യേകിച്ച് പൂയ നക്ഷത്രക്കാരോട് വഴക്കിട്ടാൽ നമുക്ക് നാശം സംഭവിക്കും എന്നൊരു സങ്കല്പവും ജീവിതാനുഭവങ്ങളുമൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഈശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു.